മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കരട് പട്ടികയെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ്. പട്ടികയിൽ അപാകതയുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപാധ്യക്ഷനായുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തമെന്നും CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറിക്ക് മറുപടിയുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ രംഗത്തെത്തി. ജില്ലാ പഞ്ചായത്തും ജനകീയ സമിതിയും ചേർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തയ്യാറാക്കിയതാണെന്നും എന്നാൽ ഈ ലിസ്റ്റ് പരിഗണിച്ചില്ലെന്നുമാണ് സംഷാദ് മരക്കാരുടെ വാദം. ഈ ചൂരൽമല ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയത് DDMA ആണ്. നാളിതുവരെയായിട്ട് ഒരു പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കാണ്. മേപ്പാടി പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു ഷൈജ ബേബി. ആ ഷൈജ ബേബിയുടെ പേര് പോലും ഉൾക്കൊള്ളിക്കാതെ ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റ് ഷൈജ ബേബി മാത്രമല്ല ഒട്ടനവധി ആളുകൾ അങ്ങനെ അർഹരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അർഹതപ്പെട്ടവരെ മുഴുവൻ ഉൾക്കൊള്ളിക്കണമെന്നുള്ളതാണ് CPIയുടെ നിർദ്ദേശം. അദ്ദേഹം കാര്യങ്ങൾ അറിയാതെയാണത് പറയുന്നത് എന്നുള്ളതാണ്. കാരണം 540ഓളം ആളുകളുടെ ലിസ്റ്റ് പഞ്ചായത്തും ജനകീയ സമിതിയും തയ്യാറാക്കുന്നു. ആ ലിസ്റ്റ് അംഗീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോഴാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കുന്നത്. മാനന്തവാടി സബ് കളക്ടർക്ക് ഈ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ചുമതല കൊടുത്തുകൊണ്ട് അദ്ദേഹം DDMAയിൽ അംഗമല്ല. അദ്ദേഹം ഉണ്ടാക്കുന്ന ലിസ്റ്റിൻ്റെ പരിശോധനയാണ് DDMAയിൽ നടത്തുന്നത്. ഇനി അദ്ദേഹം ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവുകൾ ബേസ് ചെയ്തുകൊണ്ടാണ്. CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞ പടവട്ടിക്കുന്ന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് എന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായില്ല. അത് ഉൾപ്പെടാത്തത് സർക്കാരിൻ്റെ ഉത്തരവാണ്. റെഡ് സോണിൽ നിന്നും 50 മീറ്റർ ചുറ്റളവിലുള്ളവർ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. 50 മീറ്ററിന് പുറത്താണ് പടവെട്ടിക്കുന്നുകാർ. അവരെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഉത്തരവ് ഭേദഗതി വരുത്തണം. അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഉത്തരവ് ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണ്, DDMA. സുർജിത്ത് അയ്യപ്പത്തുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇന്നലെ നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ പടവട്ടിക്കുന്ന് നിവാസികളുടെ വിഷമം, അവരുടെ ദുരിതം എന്താണെന്ന് നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പലതവണ അധികാരികളുമായി ബന്ധപ്പെട്ടെങ്കിലും അതിലേക്ക് ശാശ്വതമായ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞവർ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ഇപ്പോഴിതാ അതും ചൊല്ലി ഒരുപാട് അർഹതപ്പെട്ട ആളുകൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണെന്ന് പറയുന്നു. പട്ടിക എന്ന് പുറത്തിറങ്ങി അന്ന് തൊട്ട് തുടങ്ങിയ വിവാദമാണിത്. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, സുർജിത്ത്? തീർച്ചയായും എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് രാഷ്ട്രീയ മാനത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഈ പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ആ വിവാദങ്ങൾ തുടർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ CPI ജില്ലാ സെക്രട്ടറി ആരോപിക്കുന്നത് ഇതിൻ്റെ ഈ പട്ടിക തയ്യാറാക്കിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം DDMAക്കാണ് എന്നുള്ളതാണ്. കളക്ടർ അധ്യക്ഷയായ സമിതി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപാധ്യക്ഷനായ സമിതി, അതാണ് DDMA. ആ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ലിസ്റ്റാണ് ആ ലിസ്റ്റാണ് ഈ വിഷയത്തിന് കാരണം എന്നുള്ളതാണ്. അതിൽ പലരെയും, അർഹരായ പലരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന CPIയുടെ ജില്ലാ സെക്രട്ടറി EJ ബാബു തന്നെയാണ്. CPI ജില്ലാ നേതൃത്വം ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. റവന്യൂ മന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെന്നുൾപ്പെടെയുള്ള വാദം CPIയുടെ ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നുണ്ട്. അർഹതപ്പെട്ടവരെല്ലാവരും ഈ ലിസ്റ്റിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പടവെട്ടിക്കുന്നും ഒപ്പം തന്നെ റാട്ടപ്പാടിയും അടക്കമുള്ള പ്രദേശങ്ങൾ ഇതിനകത്ത് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നുള്ള ആവശ്യം കൂടി CPI ജില്ലാ സെക്രട്ടറി പറയുന്നു. അതോടൊപ്പം ഇക്കാര്യം റവന്യൂ മന്ത്രി അറിയിക്കുമെന്നുള്ള വാദം കൂടി CPIയുടെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടിയുമായി എത്തിയത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഈ ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്ന വാദങ്ങൾ, കാര്യങ്ങൾ അറിയാതെ എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ, അതായത് നേരത്തെ 500-ലധികം വരുന്ന കുടുംബങ്ങളുടെ പട്ടിക ഈ ജനകീയ സമിതി, ആക്ഷൻ കൗൺസിലും ഒപ്പം തന്നെ പഞ്ചായത്തും, മേപ്പാടി പഞ്ചായത്തും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ആ ലിസ്റ്റ് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ചില മാനദണ്ഡങ്ങൾ റവന്യൂ വകുപ്പ് മുന്നോട്ട് വെച്ചു. ആ 50 മീറ്റർ പരിധി അടക്കമുള്ള മാനദണ്ഡങ്ങൾ, അതിൽ പലരും ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പലരും അതിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്തായാലും ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് പ്രതിസന്ധി. അത് മാറ്റാൻ സർക്കാർ തയ്യാറാകണം, റവന്യൂ വകുപ്പ് തയ്യാറാകണം. ഇക്കാര്യത്തിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി ഇടപെടൽ നടത്തണം. എല്ലാ DDMA യോഗത്തിലും ഈ പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൃത്യമായിട്ടുള്ള വിയോജിപ്പ് അത് മിനിറ്റ്സിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖയാണ് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ റാട്ടപ്പാടിക്കാരെയും അട്ടമലക്കാരെയും ഒപ്പം പടവെട്ടിക്കുന്നിലെയും ആളുകൾ, ആ ആളുകൾക്ക് അവിടെ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ പൂർണ്ണമായും മാറ്റി താമസിപ്പിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇക്കാര്യത്തിൽ CPIയുടെ ജില്ലാ നേതൃത്വം തന്നെ ഈ റവന്യൂ മന്ത്രി അറിയിക്കണം. റവന്യൂ മന്ത്രി അറിയാതെയാണോ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നത്, ഇത്തരം ഉത്തരവുകൾ ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യം കൂടി ഈ സംഷാദ് മരക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വിവാദങ്ങൾ അതുമൂലം ഈ പുനരധിവാസ നടപടികൾ വൈകുമോ എന്നുള്ള ആശങ്ക ദുരന്തബാധിതരെ സംബന്ധിച്ചും ഉണ്ട്.
സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആ പട്ടികയെ ചൊല്ലിയുള്ള വിവാദം ഇങ്ങനെ തുടരുകയാണ്.